പിണ്ണാക്ക് 38. ഓ, പിണ്ണാക്കിനൊക്കെ എന്താ വില? ആവശ്യത്തിന് തലയിലുണ്ടല്ലോ, അതെടുത്ത് പശുവിന് കൊടുക്കണ നല്ലത്. അങ്ങനെങ്കിൽ ആ തല കൊണ്ടൊരു പ്രയോജനം ഉണ്ടാവട്ടെ. അമ്മയെ പറ്റിക്കാനുള്ള കള്ളക്കണക്കൊക്കെ എഴുതാ. നീ എന്തിനാ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണേ? ദൈവമേ, ഇനിയെങ്കിലും ഒരു പെണ്ണിനും ചൊവ്വാദോഷം വരുത്തരുതേ. എത്ര നല്ല കല്യാണാലോചനകളാ വന്നത്. എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥര്. സർക്കാർ ജോലിക്കാരുടെ കാര്യം നീ പറയരുത്. സർക്കാരിന് തന്നെ അവരൊരു വലിയ ജോലിയായിട്ടിരിക്കുക. എനിക്കിത് വരണം. എന്റെയും ചൊവ്വാദോഷം കൊണ്ടാണല്ലോ ഞാൻ ഇതുപോലെ ഓരോന്ന് കേക്കണത്. എടി നന്ദി വേണോടി, നന്ദി. ഈ കിഴക്കേതിൽ സുന്ദരേശൻ വന്നില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോഴും കൂമ്പടഞ്ഞ തെങ്ങ് പോലെ മൂത്ത് നരച്ച് നിന്നു പോയനെ. അന്ന് നിന്റെ അച്ഛൻ കൃഷ്ണൻ. ഓ, ഇപ്പോഴും എന്റെ അച്ഛൻ കൃഷ്ണൻ തന്നെയാ. ആ കൃഷ്ണൻ, കാട്ടുവള്ളി കൃഷ്ണൻ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നീ ചത്താലും മറക്കരുത്. എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞു. മോളെ രാധാമണി, സുന്ദരേശനെ പോലെ സുന്ദരനും സുശീലനുമായ ഒരു ചെറുപ്പക്കാരനെ നിനക്ക് നീ കിട്ടില്ല. അയ്യടാ, സുന്ദരൻ കണ്ടേച്ചാലും മതി. ആ, അതെടി ബോറടിക്കും. കല്യാണം കഴിച്ച മാസങ്ങൾ കഴിയുമ്പോഴേക്കും ഭാര്യമാർക്കെല്ലാം ഭർത്താക്കന്മാരെ ബോറടിച്ചു തുടങ്ങും. എന്റെ ചേട്ടൻ ചേട്ടത്തിയമ്മയ്ക്ക് ആഴ്ചയിൽ സാരി മേടിച്ചു കൊടുക്കുന്ന പോലും ആ ബോറടി അങ്ങോട്ട് ഒഴിവാക്കാനാണ്. പിന്നെ ഒരു ആശ്വാസം, നമുക്ക് ആ ബോറടി തുടങ്ങിയിട്ടില്ലല്ലോ.